ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ട റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത്. ഒരു ദിവസം പുളിപ്പിച്ചെടുത്തിട്ടുള്ള ഇഡ്ലി മാവന്നെ എടുക്കണം കേട്ടോ, അപ്പോഴാണ് ബോണ്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് ഇഡ്ലി മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും കിടക്കുന്ന പൊടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വറുക്കാത്ത റവ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ബോണ്ടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല. നമുക്കിത് കയ്യിലെടുത്തിട്ട് എണ്ണയിലോട്ട് ഇടാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഒരു മാവ് നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞ് ബോണ്ടയാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വലിയ ബോണ്ടയാണ് വേണ്ടെങ്കിൽ അതുപോലെ റെഡിയാക്കാം. മാവ് എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടോ. എണ്ണ നന്നായി ചൂടാവാൻ വരെ മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെക്കാവൂ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ബോണ്ടയുടെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയ ബോണ്ടയുടെ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കുട്ടി ബോണ്ട റെഡി. നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളൊക്കെ വളരെ സോഫ്റ്റുമാണ്. ഈ ഒരു ബോണ്ട തേങ്ങാ ചട്നിക്കൊപ്പം കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഇതിൽ ഒട്ടും എണ്ണമയമേ ഇല്ല. ഇഡ്ലി മാവൊക്കെ ബാലൻസ് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുട്ടി ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.